ഖുർആൻ ക്ലാസ്സിൽ നമ്മൾ അൽ-ബഖറ സൂറത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് തൻ്റെ അനുയായികളെ മദീനയിൽ അക്രമത്തിനും യുദ്ധത്തിനും പ്രേരിപ്പിക്കുകയും മാനസികമായി അവരെ അതിന് സജ്ജരാക്കുകയും ചെയ്യുന്നതിന് വേണ്ടി പ്രയോഗിക്കുന്ന ചില കുതന്ത്രങ്ങളെക്കുറിച്ചാണ്. പഴയ കെട്ടുകഥകളെല്ലാം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ആ കഥകളിലൊക്കെ നേതാവിനെ അനുസരിക്കുകയും നേതാവിന് വേണ്ടി യുദ്ധം ചെയ്യുകയും എല്ലാം ദൈവത്തിന് വേണ്ടിയിട്ടാണ് എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി സ്വന്തം ജീവന് വില കൽപ്പിക്കാതെ മരിക്കാൻ തയ്യാറാവുകയും ചെയ്ത ആളുകളെക്കുറിച്ചൊക്കെയുള്ള കഥകൾ പറഞ്ഞുകൊണ്ട് യുദ്ധസന്നദ്ധരാക്കാനുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള മാനസിക പ്രക്ഷാളന പ്രക്രിയയാണ് മുഹമ്മദ് മദീനയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിൻ്റെ കൂടെ നമ്മൾ ഖുർആൻ വായിച്ചു പോകുമ്പോൾ ഇതിൻ്റെ മനഃശാസ്ത്രം വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടും. യുദ്ധത്തിന് പോകാനും മരിക്കാനും തയ്യാറാവുക മാത്രമല്ല, സ്വന്തം കയ്യിലുള്ള സ്വന്തം പോക്കറ്റിലുള്ള സ്വത്തുക്കളെല്ലാം അള്ളാഹുവിന് കടം കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയും, കടം കൊടുത്താൽ അള്ളാഹു പരലോകത്ത് 10 ഇരട്ടിയായിട്ട് പലിശ തരും എന്നൊക്കെ പറയുന്ന കോമഡി ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഇനിയും ഇതുപോലെ പഴങ്കഥകൾ പറഞ്ഞുകൊണ്ട് അനുയായികളെ യുദ്ധത്തിനും അക്രമത്തിനും സജ്ജരാക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന കഥ പറച്ചിൽ തന്നെയാണ് തുടർന്നും നമ്മൾ വായിക്കുന്നത്. 246 മുതൽ ഏതാനും വാക്യങ്ങൾ ഞാൻ ഒരുമിച്ച് വായിക്കാം. എല്ലാം ബൈബിൾ കഥയുമായി ബന്ധപ്പെട്ട് മുഹമ്മദിൻ്റെ വക കുറേ നുണകൾ കൂട്ടിച്ചേർത്ത് അവതരിപ്പിക്കുന്ന കഥയാണ്. 246. മൂസായുടെ ശേഷമുണ്ടായിരുന്ന ചില ഇസ്രായേലി പ്രമുഖർ തങ്ങളുടെ പ്രവാചകനോട്, ഞങ്ങൾക്കൊരു രാജാവിനെ നിയോഗിച്ച് തരൂ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ സന്ദർഭം നീ അറിഞ്ഞില്ലേ? അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് യുദ്ധത്തിന് കൽപ്പന കിട്ടിയാൽ നിങ്ങൾ യുദ്ധം ചെയ്യാതിരുന്നേക്കുമോ? അവർ പറഞ്ഞു, ഞങ്ങളുടെ താമസ സ്ഥലങ്ങളിൽ നിന്നും സന്തതികൾക്കിടയിൽ നിന്നും ഞങ്ങൾ പുറന്തള്ളപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങൾക്കെങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതിരിക്കാൻ കഴിയും? എന്നാൽ അവർക്ക് യുദ്ധത്തിന് കൽപ്പന നൽകപ്പെട്ടപ്പോഴാകട്ടെ അവർ അല്പം പേരൊഴിച്ച് പിന്മാറുകയാണ് ഉണ്ടായത്. അള്ളാഹു അക്രമകാരികളെപ്പറ്റി അറിയുന്നവനാകുന്നു. കഥയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഈ തുടർന്നുള്ള വാക്യങ്ങൾ കൂടെ ഞാൻ വായിക്കാം. 247. അവരോട് അവരുടെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് താലൂത്തിനെ രാജാവായി നിയോഗിച്ച് തന്നിരിക്കുന്നു. അവർ പറഞ്ഞു, അയാൾക്കെങ്ങനെ ഞങ്ങളുടെ രാജാവാകാൻ പറ്റും? രാജാധികാരത്തിന് അയാളെക്കാൾ കൂടുതൽ അർഹതയുള്ളത് ഞങ്ങൾക്കാണല്ലോ. അയാൾ സാമ്പത്തിക സമൃദ്ധി ലഭിച്ച ആളുമല്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തെ നിങ്ങളെക്കാൾ ഉത്കൃഷ്ടനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. കൂടുതൽ വിപുലമായ ജ്ഞാനവും ശരീരശക്തിയും നൽകുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹു അവൻ്റെ വകയായുള്ള ആധിപത്യം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നു. അള്ളാഹു വിപുലമായ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാകുന്നു. 248. അവരോട് അവരുടെ പ്രവാചകൻ പറഞ്ഞു, താലൂത്തിൻ്റെ രാജാധികാരത്തിനുള്ള തെളിവ് ആ പെട്ടി നിങ്ങളുടെ അടുത്ത് വന്നെത്തുക എന്നതാണ്. അതിൽ നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള മനഃശാന്തിയും മൂസായുടെയും ഹാറൂൻ്റെയും കുടുംബങ്ങൾ വിട്ടേച്ചു പോയ അവശിഷ്ടങ്ങളുമുണ്ട്. മലക്കുകൾ അത് വഹിച്ചു കൊണ്ടുവരുന്നതാണ്. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിസ്സംശയം നിങ്ങൾക്കതിൽ മഹത്തായ ദൃഷ്ടാന്തമുണ്ട്. 249. അങ്ങനെ സൈന്യവുമായി പുറപ്പെട്ടപ്പോൾ ജാലൂത്ത് പറഞ്ഞു, അള്ളാഹു ഒരു നദി മുഖേന നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. അപ്പോൾ ആരതിൽ നിന്ന് കുടിച്ചുവോ അവൻ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല, ആരത് രുചിച്ചു നോക്കാതിരുന്നുവോ അവൻ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനാകുന്നു. എന്നാൽ തൻ്റെ കൈകൊണ്ട് ഒരിക്കൽ മാത്രം കോരിയവൻ ഇതിൽ നിന്നൊഴിവാണ്. അവരിൽ നിന്ന് ചുരുക്കം പേരൊഴികെ അതിൽ നിന്ന് കുടിച്ചു. അങ്ങനെ അദ്ദേഹവും കൂടെയുള്ള വിശ്വാസികളും ആ നദി കടന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞുപോയി, ജാലൂത്തിനെയും അവൻ്റെ സൈന്യങ്ങളെയും നേരിടാൻ മാത്രമുള്ള കഴിവ് ഇന്ന് നമുക്കില്ല. ഞങ്ങൾ അള്ളാഹുവുമായി കണ്ടുമുട്ടേണ്ടവരാണ് എന്ന വിചാരമുള്ളവർ പറഞ്ഞു, എത്ര ചെറിയ സംഘങ്ങളാണ് അള്ളാഹുവിൻ്റെ അനുമതിയോടെ വലിയ സംഘങ്ങളെ കീഴ്പ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാകുന്നു. 250. അങ്ങനെ അവർ ജാലൂത്തിനും സൈന്യങ്ങൾക്കുമെതിരെ പോരിനിറങ്ങിയപ്പോൾ അവർ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ മേൽ നീ ക്ഷമ ചൊരിഞ്ഞു തരികയും ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തുകയും സത്യനിഷേധികളായ ജനങ്ങൾക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ. 251. അങ്ങനെ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അവരെ അവർ പരാജയപ്പെടുത്തി. ദാവൂദ് ജാലൂത്തിനെ കൊലപ്പെടുത്തി. അദ്ദേഹത്തിന് അള്ളാഹു ആധിപത്യവും ജ്ഞാനവും നൽകുകയും താൻ ഉദ്ദേശിക്കുന്ന പലതും പഠിപ്പിക്കുകയും ചെയ്തു. മനുഷ്യരിൽ ചിലരെ മറ്റു ചിലർ മുഖേന അള്ളാഹു തടുക്കുന്നില്ലായിരുന്നെങ്കിൽ ഭൂലോകം കുഴപ്പത്തിലാകുമായിരുന്നു. പക്ഷേ അള്ളാഹു ലോകരോട് വളരെ ഉദാരനത്രേ. 252. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാകുന്നു അവയൊക്കെ.
സത്യപ്രകാരം നിനക്ക് നാം അവ ഓതിക്കേൽപ്പിച്ചു തരുന്നു. തീർച്ചയായും നീ നിയോഗിക്കപ്പെട്ടവരിൽ ഒരാളാകുന്നു. 246 മുതൽ 252 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 245 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ ആയത്തിൻ്റെ നമ്പർ പറഞ്ഞത് തെറ്റിപ്പോയിരുന്നു. 200 എന്നതിന് പകരം 100 എന്നാണ് പറഞ്ഞത്. ആ തെറ്റ് ചിലരൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ക്ഷമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പോൾ നമ്മൾ വായിച്ച ഈ മൂസക്കഥയും അതുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള കഥകളുമൊക്കെ മുഹമ്മദ് എന്തിനു വേണ്ടിയാണ് പറയുന്നത് എന്ന് മാത്രം നമുക്ക് വിശദീകരിച്ച് പോകാം. ഈ കഥയുടെ വിശദാംശങ്ങളിലേക്കൊന്നും വല്ലാതെ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ കഥകൾ ബൈബിൾ കഥകളുമായിട്ട് കുറച്ചൊക്കെ ബന്ധമുണ്ടെങ്കിലും ഒരുപാട് നുണകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് മുഹമ്മദിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് കൂട്ടിച്ചേർക്കലുകളും മറച്ചുവെക്കലുകളും ഒക്കെ നടത്തി വളച്ചൊടിച്ച് അവതരിപ്പിക്കുന്നതാണ് ഈ കഥകൾ. എന്താണ് മുഹമ്മദിൻ്റെ ഉദ്ദേശം എന്നുള്ളത് ഇതിനകം തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ബോധ്യപ്പെടുകയും ചെയ്തു. ഇത് നമ്മുടെ മാത്രം ബോധ്യമല്ല, ഖുർആനെ വ്യാഖ്യാനിച്ചിട്ടുള്ള മുഫസ്സിറുകളും ഈ കഥകൾ മുഹമ്മദ് പറയുന്നതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ ഇമാം റാസിയുടെ തഫ്സീറിൽ നിന്ന് ചില ഭാഗങ്ങൾ മാത്രം വായിക്കാം. മുഴുവൻ വായിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം ഇതിന് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടി വരുമെന്ന് മാത്രമല്ല, ഇത് കേൾക്കുന്നവർക്ക് ബോറടിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ചില ഭാഗങ്ങൾ മാത്രം വായിച്ച് കേൾപ്പിക്കാം. ഈ ആയത്തുകൾ ഒരു പ്രാവശ്യം കൂടെ വായിച്ച് നമുക്ക് ഓരോ ആയത്തുകളിലൂടെയും ഒരു ഓട്ടപ്രദക്ഷിണം നടത്താം. അത്രയേ ഞാനിപ്പോൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ മൂസക്കഥയും മറ്റു കഥയും ബൈബിൾ കഥയും മൊത്തമായിട്ട് വിശദീകരിക്കാൻ സമയം മെനക്കെടുത്തുന്നില്ല. മൂസായുടെ പിൻഗാമികളായി വന്ന ഇസ്രായേല്യരെ നേതാക്കൾ അവരുടെ നബിയോട് പറഞ്ഞതു നീ കണ്ടില്ലേ? അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തന്നാൽ ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു കൊള്ളാം. നബി ചോദിച്ചു, ശരി, യുദ്ധത്തിന് നിങ്ങളോട് കൽപ്പിക്കുന്ന പക്ഷം നിങ്ങൾ യുദ്ധം ചെയ്തില്ലെന്ന് വരുമോ? അവർ പറഞ്ഞു, സ്വഗൃഹങ്ങളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും അട്ടിയോടിക്കപ്പെട്ടിരിക്കെ ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എങ്ങനെ യുദ്ധം ചെയ്യാതിരിക്കും? എന്നാൽ യുദ്ധകൽപ്പന ലഭിച്ചപ്പോൾ ചുരുക്കം ചിലരൊഴികെയുള്ളവർ പിന്തിരിഞ്ഞു. അള്ളാഹുവിന് അക്രമികളെ നന്നായി അറിയാം. ഇവിടെ അള്ളാഹു അക്രമികളെന്ന് വിളിക്കുന്നത് ആരെയാണ്? അക്രമം ചെയ്യാൻ താല്പര്യമില്ലാത്തവരെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അക്രമം ചെയ്യാൻ അള്ളാഹു നിർബന്ധിക്കുമ്പോൾ അക്രമം ചെയ്യാൻ താല്പര്യമില്ലാതെ മാറി നിൽക്കുന്നവരെയാണ് അള്ളാഹു അക്രമികൾ എന്ന് അധിക്ഷേപിക്കുന്നത്. ഇത് ഖുർആനിൽ പലയിടത്തും നമുക്ക് കാണാം. അക്രമത്തിനും കൊള്ളയ്ക്കും പോകാൻ താല്പര്യം ഇല്ലാത്തവരും അതിനോട് വൈമുഖ്യം കാണിച്ചവരുമൊക്കെ അള്ളാഹുവിൻ്റെ അധിക്ഷേപങ്ങൾക്ക് വിധേയമാകുന്നതും അവരക്രമികൾ എന്ന് വിളിക്കപ്പെടുന്നതും ഖുർആനിൽ നമുക്ക് പലയിടത്തും കാണാം. ഇവിടെയും അത് തന്നെയാണ് കാണുന്നത്. ഇവിടെ ഒരു കഥ മുഹമ്മദ് മെനയുകയാണ്. ഈ കഥയൊന്നും യഥാർത്ഥത്തിൽ ബൈബിളിൽ ഉള്ളതല്ല. ബൈബിളിൽ ഇങ്ങനെ ഒരു രാജാവിനെ നിയമിച്ചു തരണം എന്ന് പറഞ്ഞു, എന്നാൽ ഞങ്ങൾ യുദ്ധം ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവിനെ നിയമിച്ചു കൊടുത്തു, എന്നിട്ട് അവർ യുദ്ധം ചെയ്താൽ മെനക്കെട്ടില്ല എന്നൊക്കെ പറയുന്ന കഥയൊന്നും ബൈബിളിലില്ല. അതൊക്കെ ബൈബിളിലുള്ള ചില കഥയുടെ ചില പൊട്ടും പൊടി എടുത്തിട്ട് മുഹമ്മദിൻ്റെ ഒരു വേർഷനാക്കി മോൾഡ് ചെയ്ത് അവതരിപ്പിക്കുകയാണ്. കാരണം മുഹമ്മദിന് ഇതൊക്കെ ആവശ്യമുണ്ട്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും മുഹമ്മദിൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾക്കനുസരിച്ച് വളച്ചൊടിച്ച് പറയുന്നതാണ്. കാരണം മുഹമ്മദ് യുദ്ധത്തിന് പോവാൻ ആഹ്വാനം ചെയ്യുമ്പോൾ മദീനയിൽ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് പല കാരണങ്ങളാൽ ഈ യുദ്ധത്തിനും അക്രമത്തിനും കൊള്ളയ്ക്കും താല്പര്യമുണ്ടായിരുന്നില്ല. ഇത് ഇസ്ലാമിൻ്റെ ചരിത്രം വായിച്ചാൽ നമുക്കറിയാം. ഖുർആനിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് വ്യക്തമാകുന്നൊരു കാര്യമാണ്. അങ്ങനെ താല്പര്യം കാണിക്കാത്തവരെ ചീത്ത പറയുന്ന ഒരുപാട് ഭാഗങ്ങൾ ഖുർആനിൽ തന്നെ ഉണ്ട്, ചരിത്രത്തിൽ നമുക്ക് കാണാം. താല്പര്യമില്ലാതിരിക്കാനുള്ള കാരണം, ഒന്ന്, മക്കയിൽ നിന്ന് മുഹമ്മദിൻ്റെ കൂടെ വന്ന ആളുകളെ മുഹമ്മദ് അക്രമത്തിനും കൊള്ളയ്ക്കും വേണ്ടി സജ്ജരാക്കിയിട്ടല്ല കൊണ്ടുവന്നത്. മറിച്ച് അവരെ മക്കയിൽ 13 വർഷക്കാലം സമാധാനത്തിൻ്റെ മാർഗത്തിൽ ഉത്ബോധനം നടത്തിക്കൊണ്ട് ഒരു മതമുണ്ടാക്കുക എന്ന അർത്ഥത്തിൽ ഉത്ബോധനം നടത്തിയിട്ട് അവരെ മറ്റെന്തൊക്കെയോ പറഞ്ഞ് അവിടുന്ന് മദീനയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാണ്. ഒരുപക്ഷെ മുഹമ്മദിന് വിശ്വസ്തരായിട്ടുള്ള കുറച്ച് ആളുകളോട് മുഹമ്മദ് തൻ്റെ ഉദ്ദേശം വ്യക്തമാക്കിയിട്ടുണ്ടാവാം. പക്ഷേ എല്ലാവരോടും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരോടും ഇത് പറഞ്ഞിരുന്നെങ്കിൽ അവർ മക്കയിൽ നിന്ന് പോരാൻ തന്നെ കൂട്ടാക്കുമായിരുന്നില്ല. കാരണം മക്കയിൽ സമാധാനത്തോടെ ജീവിച്ചിരുന്ന ആ മനുഷ്യർ അനാവശ്യമായി അക്രമവും കൊള്ളയും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരുന്നു എന്ന് കരുതാൻ നിവൃത്തിയില്ല ഭൂരിപക്ഷം ആളുകളും. അതുകൊണ്ട് മക്കയിൽ നിന്ന് വന്നവർക്ക് തന്നെ അക്രമത്തിനും കൊള്ളയ്ക്കും താല്പര്യമുണ്ടായിരുന്നില്ല.
മദീനയിൽ മുഹമ്മദിൻ്റെ കൂടെ കൂടിയവരാകട്ടെ മുഹമ്മദ് ശത്രുക്കളെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാനും ആക്രമിക്കാനും കീഴ്പ്പെടുത്താനും ഉദ്ദേശിക്കുന്ന ജൂത സമൂഹങ്ങളുമായിട്ട് നല്ല ബന്ധത്തിൽ കഴിഞ്ഞിരുന്നവരാണ് മദീനയിലുണ്ടായിരുന്ന ആളുകൾ. ജൂതരുടെ ചില ഗോത്രങ്ങൾ മദീനയിലെ ചില ഗോത്രങ്ങളുമായിട്ടും മറ്റു ഗോത്രങ്ങളുമായിട്ടൊക്കെ സഖ്യത്തിലായിരുന്നു. ആ ഗോത്രങ്ങൾ തമ്മിൽ ശത്രുതയുണ്ടായിരുന്നു, ജൂതഗോത്രങ്ങൾ തമ്മിലും ശത്രുതയുണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ മൊത്തത്തിൽ ജൂതഗോത്രങ്ങളെ മുഴുവൻ അവിടുന്ന് നാടുകടത്തണമെന്നോ മുഴുവൻ കൊന്നൊടുക്കണമെന്നോ അവരെ ആക്രമിക്കണമെന്നോ കൊള്ളയടിക്കണമെന്നോ ഈ മദീനക്കാർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ജൂതഗോത്രങ്ങളെ ആക്രമിക്കാൻ മദീനക്കാരെ സജ്ജരാക്കണമെങ്കിൽ മുഹമ്മദിന് കുറേ അധികം പണിയെടുക്കേണ്ടതുണ്ടായിരുന്നു. ആ പണിയാണ് മുഹമ്മദ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. മക്കയിൽ നിന്ന് വന്നവരെയും മദീനയിലുണ്ടായിരുന്നവരെയും യുദ്ധത്തിനും കൊള്ളയ്ക്കും സജ്ജരാക്കുക എന്ന വലിയ റിസ്ക്കുള്ള ഒരു ടാസ്ക്കാണ് മുഹമ്മദ് ഏറ്റെടുത്തത്. അതിനനുസരിച്ച് അവരെ മാനസികമായിട്ട് പരുവപ്പെടുത്താൻ വേണ്ടി മുഹമ്മദ് ബൈബിൾ കഥകളെയും മറ്റു കെട്ടുകഥകളെയും ഒക്കെ എടുത്ത് മുഹമ്മദിൻ്റേതായ രീതിയിൽ മോൾഡ് ചെയ്തിട്ട് അവിടെ അവതരിപ്പിക്കുകയാണ്. അവരെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുകയാണ് മുഹമ്മദിൻ്റെ ഉദ്ദേശ്യം. സ്വഗൃഹങ്ങളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ടിരിക്കെ ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എങ്ങനെ യുദ്ധം ചെയ്യാതിരിക്കും? ഇങ്ങനെ ഒരു വാചകം ബൈബിൾ കഥയിൽ എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം ഇങ്ങനൊരു സാഹചര്യം ബൈബിൾ കഥയിലില്ല. മോശയുടെ കൂടെ അവിടെ നിന്ന് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേല്യർ, ഈജിപ്തിലെ ഫറവോൻ്റെ ഭരണകാലത്ത് അവരുടെ അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേല്യരെ അവിടുന്ന് മോചിപ്പിച്ച് മോശെ ഇസ്രായേൽ പ്രദേശത്തേക്ക്, ഈ പലസ്തീൻ പ്രദേശത്തേക്ക് കൊണ്ടുവരുന്നതാണ് ബൈബിളിലെ പുറപ്പാട് കഥ. ആ കഥയിൽ അവരെ എവിടുന്നെങ്കിലും അവരുടെ സ്വഗൃഹങ്ങളിൽ നിന്ന് ആട്ടി ഓടിക്കുകയും അങ്ങനെ ആട്ടി ഓടിച്ചതിന് പകരം യുദ്ധം ചെയ്യേണ്ടി വരികയും ചെയ്തൊരു സന്ദർഭം നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ സന്ദർഭമൊക്കെ വ്യാഖ്യാനിച്ചുണ്ടാക്കണമെങ്കിൽ ആ കഥയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു പൊട്ടുംപൊടി എടുത്തിട്ട് അതിനെ ആ രീതിയിൽ ആക്കിയെടുക്കേണ്ടതുണ്ട്. മൊത്തത്തിൽ ആ കഥ നമ്മൾ പരിശോധിച്ചാൽ അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു സന്ദർഭം അവരുടെ ചരിത്രത്തിൽ എവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ബൈബിളിൽ ഇങ്ങനെ ഒരു കഥ നിങ്ങൾക്ക് കാണാനും കഴിയില്ല. ഇത് ബൈബിൾ കഥയാണോ എന്ന കാര്യത്തിൽ തന്നെ ഖുർആൻ്റെ മുഫസ്സിറുകൾ തന്നെ തർക്കത്തിലേർപ്പെടുന്നത് വ്യാഖ്യാനങ്ങളിൽ നമുക്ക് കാണാം. ഞാൻ അതുകൂടെ വായിക്കാം. അള്ളാഹു യുദ്ധം നിർബന്ധമാക്കി എന്ന കാര്യത്തിൽ ഈ സൂക്തം ഇതിനു മുമ്പത്തെ സൂക്തവുമായി ബന്ധമുള്ളതാണ്. തുടർന്ന് യുദ്ധത്തിനായി ചെലവഴിക്കാൻ കൽപ്പിച്ചു. ഇതിന് വേണ്ടത്ര പ്രോത്സാഹനം ലഭിക്കാനായി ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം പറഞ്ഞു. അവരോട് അള്ളാഹു യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ അവർ വിസമ്മതിക്കുകയും എതിര് പ്രവർത്തിക്കുകയും അള്ളാഹു അത് കാരണം അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. അള്ളാഹു അവരെ സംബന്ധിച്ച് അക്രമികൾ എന്ന് പറഞ്ഞു. ഈ സമുദായത്തിൽ യുദ്ധത്തിന് ആജ്ഞ ലഭിച്ചാൽ അപ്രകാരം മുൻഗാമികളെപ്പോലെ പുറകോട്ട് പോകാതിരിക്കാനാണ് ഈ ചരിത്രാഖ്യാനം. അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ് വളരെ കൃത്യമായിട്ട് ഇമാം റാസി എഴുതി വച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ശത്രുക്കളുമായി നിരന്തരം പോരാട്ടത്തിൽ ഏർപ്പെടാനുള്ള പ്രേരണയും. ആരാണ് ഈ അള്ളാഹുവിൻ്റെ ശത്രുക്കൾ? മുഹമ്മദിൻ്റെ ഈ ബടായി വിശ്വസിക്കുകയും മുഹമ്മദിൻ്റെ നേതൃത്വം അംഗീകരിക്കുകയും മുഹമ്മദിൻ്റെ മതം സ്വീകരിക്കുകയും ചെയ്യാൻ വിസമ്മതിക്കുകയും പാരമ്പര്യമായി അവർ വിശ്വസിച്ച് വന്നിട്ടുള്ള ജൂതമതത്തിലും ക്രിസ്തു മതത്തിലും മറ്റു പേഗൻ മതത്തിലുമൊക്കെ വിശ്വസിക്കുകയും ചെയ്തിരുന്ന നിരപരാധികളായ ആ മനുഷ്യരെയാണ് അവിടെ അള്ളാഹുവിൻ്റെ ശത്രുക്കൾ എന്ന് മുദ്രയടിച്ചുകൊണ്ട് അക്രമികൾ എന്ന് ആക്ഷേപിച്ചുകൊണ്ട് മുഹമ്മദ് ആക്രമിക്കാൻ പോകുന്നത്. അങ്ങനെ ആക്രമിക്കാൻ പോകുന്നതിന് മുഹമ്മദ് സ്വന്തം അനുയായികളെ പ്രാപ്തരാക്കുകയും അതിനവരെ മാനസികമായി സജ്ജരാക്കുകയും ചെയ്യുക എന്നതാണ് ഈ കഥ പറച്ചിലിൻ്റെ ലക്ഷ്യം എന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നു. ഈ കഥയിൽ അതിനനുസരിച്ചുള്ള ഒരുപാട് കൃത്രിമത്വങ്ങൾ മുഹമ്മദ് വരുത്തിയിട്ടുമുണ്ട്. ഇനി ഈ കഥയെക്കുറിച്ച് തുടർന്ന് പറയുന്നത്, ആ ജനത ഏത് പ്രവാചകന് കീഴിലായിരുന്നു, അവർ ആരായിരുന്നു, അതൊന്നുമല്ല ഇവിടെ വിഷയം. അതൊന്നുമല്ല വിഷയം എന്ന് പറയാൻ കാരണം അതേതാണെന്നുള്ളത് ഇവർക്ക് വ്യക്തമല്ലാത്തതുകൊണ്ടാണ്. അവരെ സംബന്ധിച്ച് ആധികാരികമായ നിവേദനങ്ങളൊന്നുമില്ല, ഉണ്ടാവില്ലല്ലോ. നുണ പറഞ്ഞാലേ ഇനി നിവേദനം ഉണ്ടാവില്ലല്ലോ. ഒറ്റപ്പെട്ട ഹദീസുകളാവട്ടെ ദൃഢമായ അറിവ് തരുന്നുമില്ല. കേവലം ഊഹങ്ങളും നിഗമനങ്ങളും മാത്രമാണവ. മുഹമ്മദിൻ്റെ ഊഹങ്ങളും നിഗമനങ്ങളും അല്ല, മുഹമ്മദ് വളരെ തന്ത്രപൂർവ്വം തട്ടിക്കൂട്ടിയ നുണക്കഥകളാണ് ഇത് എന്നർത്ഥം. അത് യൂശ ഇബ്നു നൂൻ ഇബ്നു അഫ്രായിം ഇബ്നു യൂസഫ് ആണെന്ന് പറഞ്ഞവരുണ്ട്. മൂസയ്ക്ക് ശേഷം എന്ന സൂക്താംശമാണ് അതിന് തെളിവ്. ഇത് ദുർബലമാണ്. ഏറെക്കാലത്തിനു ശേഷവുമാകാം ഈ സംഭവം എന്നതിനാൽ അത് ഹാറൂൻ്റെ വംശത്തിൽപ്പെട്ട ഇസ്മാവീൽ ആണത്രേ.
അറബിയിൽ ഇസ്മായിൽ, ഇതാണ് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം. സുദ്ദി, അത് ഷംഊൻ ആണ്. അദ്ദേഹത്തിന് തൻ്റെ ഉമ്മയാണ് ഈ പേര് നൽകിയത്. തുടർന്ന് ഈ കഥകൾ ഇങ്ങനെ ഈ പറഞ്ഞതിൻ്റെ ഈ തർക്കത്തിന് ഓരോ വിഭാഗക്കാരും പറയുന്ന ന്യായങ്ങൾ ഇങ്ങനെ വിശദീകരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പ്രവാചകരാരാണെന്നോ ഈ ഏൽപ്പിച്ചു തരാമെന്ന് പറഞ്ഞ രാജാവ് ഏതാണെന്നോ ഇത് ഏത് കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ് എന്നോ ഒന്നും ഒരു വ്യക്തതയില്ല. അതിനൊന്നും ഒരു തെളിവും പറയുന്നില്ല. ബൈബിളിൽ നിന്നും ആരും ഉദ്ധരിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇത് മുഹമ്മദ് തട്ടിക്കൂട്ടിയ ഒരു നുണക്കഥയാണ് എന്നർത്ഥം. ആ നുണക്കഥ തട്ടിക്കൂട്ടാനുള്ള കാരണം ആ ആശയത്തിൽ തന്നെ വ്യക്തമാണ്. അത് തന്നെയാണ് ഇവിടെ ഇമാം റാസിയും പറഞ്ഞു തരുന്നത്. ഇനി അടുത്ത വാക്യം, അവരോട് ആ പ്രവാചകൻ പറഞ്ഞു, ഇതാ താലൂത്തിനെ നിങ്ങൾക്ക് രാജാവായി അള്ളാഹു നിയമിച്ചു തന്നിരിക്കുന്നു. അവർ പറഞ്ഞു, ഞങ്ങളെ അയാൾ ഭരിക്കുകയോ? അതെങ്ങനെ ശരിയാവും? ഞങ്ങൾക്കല്ലേ അയാളെക്കാൾ യോഗ്യത? അയാൾക്കാകട്ടെ സാമ്പത്തിക ശേഷിയുമില്ല. നബി പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തെയാണ് നിങ്ങളെക്കാൾ ഉത്കൃഷ്ടനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. മാത്രമല്ല വിപുലമായ ജ്ഞാനവും ശാരീരിക ശേഷിയും നൽകിയിരിക്കുന്നു. താൻ ഉദ്ദേശിക്കുന്നവർക്കാണ് അള്ളാഹു അധികാരം നൽകുക. അള്ളാഹു അതിവിപുലമായ കഴിവുള്ളവനും സർവജ്ഞനുമാകുന്നു. ഇവിടെയും നിങ്ങൾക്ക് മുഹമ്മദിൻ്റെ മനഃശാസ്ത്രം കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ പറ്റും. മക്കയിൽ 13 കൊല്ലം മുഹമ്മദ് തൻ്റെ പ്രവാചകത്വം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ മുഹമ്മദിന് നേരിടേണ്ടി വന്നിട്ടുള്ള ചില വിമർശനങ്ങൾ അല്ലെങ്കിൽ ചില ആക്ഷേപങ്ങളാണ് ഇവിടെ മുഹമ്മദ് ഈ കെട്ടുകഥയിൽ ആരോപിക്കുന്നത്. അതായത് പ്രവാചകനായിട്ട് വരികയാണെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വിവരമുള്ളവരും തറവാടിത്തമുള്ളവരും സാമ്പത്തിക ശേഷിയുള്ളവരും സാമൂഹ്യ സ്വാധീനമുള്ളവരുമായിട്ടുള്ള എത്രയോ ആൾക്കാരും നേതാക്കന്മാരുണ്ട്. അതൊക്കെ ഉണ്ടായിരിക്കെ ഇതൊന്നും ഇല്ലാത്ത ഈ തെണ്ടി തിരിഞ്ഞു കിടക്കുന്ന മുഹമ്മദിനെ, അക്ഷരാഭ്യാസമില്ലാത്ത മുഹമ്മദിനെ പ്രവാചകനാക്കാൻ എന്താ ഈ ദൈവത്തിന് തലക്ക് വെളിവില്ലേ എന്ന ചോദ്യം മക്കയിലെ ആളുകൾ മുഹമ്മദിനോട് ചോദിച്ചിട്ടുണ്ട്. അത് വലിയൊരു അപകർഷതയായിട്ട് മുഹമ്മദിൻ്റെ മനസ്സിലിങ്ങനെ കട്ടിപിടിച്ച് കിടക്കുന്നുണ്ട്. ആ അപകർഷതാബോധം ഉള്ളിൽ വെച്ചുകൊണ്ട് മുഹമ്മദ് തൻ്റെ പ്രവാചകത്വം അള്ളാഹുവിൻ്റെ പ്രത്യേക നിയോഗമാണ് എന്ന് സ്ഥാപിക്കാനും അതിനെ ആരും തറവാടിത്തം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റ് യോഗ്യത പറഞ്ഞിട്ടോ ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന് സ്ഥാപിക്കാനും വേണ്ടിയിട്ട് പൂർവീകരുടെ കെട്ടുകഥ എടുത്തിട്ട് ഇവിടെ വീശുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഏതാണ് ഈ താലൂത്ത് രാജാവ്? ഈ താലൂത്ത് എന്ന് പറയുന്ന ഒരു രാജാവൊന്നും ബൈബിൾ കഥയിലില്ല. അത് ശൗലിൻ്റെ കഥയാണ് എന്നൊക്കെയാണ് വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുള്ളത്. ശൗല്, അതിനെ തുടർന്ന് ദാവീദ് കൊല്ലുന്ന ഗോലിയാത്ത്, ഈ ഒരു ആ മേഖലയിലുള്ള കഥകളാണ് ഇവിടെ മുഹമ്മദ് അതിൻ്റെ പൊട്ടും പൊടികൾ എടുത്തിട്ടാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ ബൈബിൾ കഥയിലെ കഥാപാത്രങ്ങളല്ല ഇവിടെ, ബൈബിൾ കഥയിൽ പറയുന്നത് പോലെയുള്ള കഥകളല്ല ഇവിടെ. അതെല്ലാം മുഹമ്മദിൻ്റേതാക്കി മാറ്റി മുഹമ്മദിന് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ ആ കഥകളെ എങ്ങനെ വളച്ചൊടിക്കണമോ അങ്ങനെയൊക്കെ വളച്ചൊടിച്ചിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. താൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ആധിപത്യം നൽകുന്നു. ആർക്കും അതിൽ എതിർപ്പ് പ്രകടിപ്പിക്കാൻ അവകാശമില്ല. കാരണം പരമാധികാരം അവൻ്റേതാണ്. അതിലവന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇതാണ് മുഹമ്മദ് സ്വയം പ്രവാചകനാണ് എന്ന വാദത്തിന് മുഹമ്മദിന് പറയാനുള്ള ന്യായം. അതൊക്കെ അള്ളാഹു തീരുമാനിച്ചതാണ്. അള്ളാഹുവിന് അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനൊന്നും ആരും ചോദ്യം ചെയ്യേണ്ടതില്ല. അതിൻ്റെ ന്യായാന്യായങ്ങളൊന്നും ആരും അന്വേഷിക്കേണ്ടതില്ല എന്നാണ് മുഹമ്മദ് ഇവിടെ ഈ കഥയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അടുത്ത വാക്യം, നബി അവരോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അധികാരത്തിനുള്ള ദൃഷ്ടാന്തം നിങ്ങൾക്കായി ഒരു പരിശുദ്ധ പേടകം കൊണ്ടുവരുമെന്നതാണ്. അതിൽ നിങ്ങളുടെ നാഥനിൽ നിന്ന് ശാന്തി ഉണ്ടാവും. മൂസയുടെയും ഹാറൂൻ്റെയും അനുയായികൾ വിട്ടേച്ചു പോയ സ്മാരകാവശിഷ്ടം മലക്കുകളാണ് അവ ചുമക്കുക. നിങ്ങൾക്കതിൽ മഹത്തായൊരു ദൃഷ്ടാന്തമുണ്ട്, നിങ്ങൾ സത്യവിശ്വാസികളെങ്കിൽ. ഇവിടെ വിശുദ്ധ പെട്ടകം, താബൂത്ത് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ താബൂത്ത് എന്ന് പറയുന്നൊരു വിശുദ്ധ പെട്ടകം, അത് ബൈബിൾ കഥയിലുള്ള പെട്ടകത്തെയാണ് ഇവിടെ താബൂത്ത് എന്ന പേരിൽ മുഹമ്മദ് കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത്. ആ പെട്ടകം ചില സന്ദർഭങ്ങളിൽ ശത്രുക്കൾ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്ന കഥ ബൈബിളിലുണ്ട്. അത് പിന്നെ തിരിച്ചു കിട്ടുന്ന കഥയൊക്കെ ഉണ്ട്. ആ കഥയുടെയൊക്കെ പൊട്ടും പൊടിയും മനസ്സിൽ വെച്ചുകൊണ്ട് ഇയാളുടെ പ്രവാചകത്വത്തിനുള്ള തെളിവായിട്ടും ഇയാളുടെ രാജാവായി അംഗീകരിച്ചതിന് ദൃഷ്ടാന്തമായിട്ടും ആ പെട്ടി തിരിച്ചു കിട്ടിയ കഥയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയാണ്. ഇത് ബൈബിൾ കഥയിലെ പല സ്ഥലത്തുമായിട്ട് ചിതറിക്കിടക്കുന്ന ചില പൊട്ടും പൊടി എടുത്തിട്ട് മുഹമ്മദ് ഇവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇമാം റാസി ഈ കഥ ഇങ്ങനെ വിശദീകരിച്ച് പോകുന്നുണ്ട്, ബൈബിൾ കഥ അനുസരിച്ച് വിശദീകരിക്കുന്നുണ്ട് ഇവിടെ. അതിൻ്റെ ചില ഭാഗങ്ങൾ, അവർ ധിക്കാരികളും അക്രമികളുമായി മാറിയപ്പോൾ
അമാലീഖരെ അള്ളാഹു അവർക്ക് മേൽ അധികാരികളാക്കുകയും അവർ ആ പേടകം പിടിച്ചെടുത്തു കൊണ്ടുപോവുകയും ചെയ്തു. അവർ തങ്ങളുടെ നബിയോട് താലൂത്തിൻ്റെ അധികാരത്തിനുള്ള അടയാളം ചോദിച്ചിരിക്കാം. താബൂത്ത് വീണ്ടെടുത്തു തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ് അടയാളമെന്ന് നബി അവരെ അറിയിച്ചു. അത് കൊണ്ടുപോയ അവിശ്വാസികൾ അവർ മലമൂത്ര വിസർജനം ചെയ്യുന്ന ഒരിടത്ത് അത് ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു. നബി അവർക്കെതിരെ പ്രാർത്ഥിച്ചപ്പോൾ അതിൽ മൂത്രമൊഴിച്ചവർക്കെല്ലാം മൂലക്കുരുവാദിച്ചത്രേ. പേടകത്തെ നിന്ദിച്ചത് കാരണമാണ് അതെന്ന് അവർക്ക് ബോധ്യമായി. അവർ അതെടുത്ത് 2 കാളകളുടെ പുറത്ത് വെച്ച് കാളകൾ അതുമായി യാത്രയായി. അള്ളാഹു 4 മലക്കുകളെ അതിൻ്റെ ചുമതല ഏൽപ്പിച്ചു. അങ്ങനെ അത് താലൂത്തിൻ്റെ കുടിലിലെത്തി. താബൂത്ത് താലൂത്തിൻ്റെ കൈവശം എത്തിയതായി കണ്ടപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ രാജനിയോഗം അംഗീകരിച്ചു. മൂസ തൗറാത്ത് സൂക്ഷിക്കുമായിരുന്ന പേടകമാണ് താബൂത്ത് എന്ന് മറ്റൊരു പുരാവൃത്തം. അത് മരം കൊണ്ടായിരുന്നു. അവർക്കത് സുപരിചിതവുമായിരുന്നു. ഇസ്രായേല്യരോട് കുപിതനായ അള്ളാഹു അത് ആകാശത്തേക്ക് ഉയർത്തി. ആകാശത്തു നിന്ന് ആ പെട്ടി ഇറക്കപ്പെടുകയാണ് താലൂത്തിൻ്റെ രാജത്വത്തിനടയാളം എന്ന് അവരുടെ നബി അവരെ ധരിപ്പിച്ചു. അത് ചുമന്നത് മലക്കുകളോ കാളകളോ അല്ല, അത് തനിയെ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് വന്നിറങ്ങുകയായിരുന്നു അത്രേ. ഇബ്നു അബ്ബാസിൻ്റേതാണ് ഈ വാക്കുകൾ. ഏതായാലും അള്ളാഹു ഈ പെട്ടിയുടെ വരവ് ഒരു അമാനുഷ സംഭവമാക്കി. ഒന്നുകിൽ പേടകം തന്നെ, അല്ലെങ്കിൽ ആ പേടകത്തിലുള്ളത്. അങ്ങനെ ഈ പേടകത്തിൻ്റെയും പെട്ടിയുടെയും അത്ഭുത കഥ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. ഇനി അടുത്ത വാക്യം 249. അങ്ങനെ സൈന്യങ്ങളുമായി പുറപ്പെട്ടപ്പോൾ താലൂത്ത് പ്രഖ്യാപിച്ചു, ഒരു നദി മുഖേന അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കാൻ പോവുകയാണ്. അതിൽ നിന്ന് വല്ലവനും വെള്ളം കുടിച്ചാൽ അവൻ പിന്നീട് എൻ്റെ സംഘത്തിൽപ്പെട്ടവനല്ല. അത് രുചിച്ചു പോലും നോക്കാത്തവനാണ് ശരിക്കും എൻ്റെ സംഘത്തിൽപ്പെട്ടവൻ. എന്നാൽ കൈക്കൊമ്പിളിൽ അല്പം കോരിയെടുക്കുന്നത് അതിൽ പെടില്ല. ഒടുവിൽ ചുരുക്കം ചിലരൊഴികെ ബാക്കിയുള്ളവരെല്ലാം വെള്ളം കുടിച്ചു. അങ്ങനെ താലൂത്തും വിശ്വാസികളായ കൂട്ടുകാരും നദി മുറിച്ചു കടന്നപ്പോൾ മറ്റവർ പറഞ്ഞു, ജാലൂത്തിനെയും അവൻ്റെ സേനയെയും നേരിടാൻ ഇന്ന് നമുക്ക് കഴിവില്ല. എന്നാൽ അള്ളാഹുവിനെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് വിശ്വാസമുള്ളവർ പറഞ്ഞു, എത്ര ചെറു സംഘങ്ങളാണ് വലിയ സംഘങ്ങളെ അള്ളാഹുവിൻ്റെ അനുമതിയോടെ പരാജയപ്പെടുത്തിയത്. ക്ഷമാശീലരുടെ കൂടെയാണ് അള്ളാഹു. ഇവിടെ മുഹമ്മദ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന പ്രതിസന്ധികളെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനൊക്കെയുള്ള അഡ്വാൻസ് ആയിട്ടുള്ള ന്യായീകരണങ്ങൾ പറയുകയാണ്. വലിയ ഗോത്രങ്ങളെ ആക്രമിക്കാൻ ചെറിയൊരു സംഘവുമായിട്ട് പോകുമ്പോൾ പരാജയഭീതി ഉണ്ടാവും. ആ പരാജയഭീതി കാരണം പലരും ഇതിന് പിന്തിരിയാൻ ശ്രമിക്കും. പക്ഷേ ചെറിയ സംഘമാണെങ്കിലും അള്ളാഹുവിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ സഹായത്തിൽ പ്രതീക്ഷ ഉണ്ടെങ്കിൽ അവർക്ക് ആ പരീക്ഷണങ്ങളൊക്കെ മറികടന്നുകൊണ്ട് വലിയ സംഘങ്ങളെ തോൽപ്പിക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ സാധ്യതയുള്ള ആളുകളെ പിരികയറ്റാൻ വേണ്ടിയിട്ടുള്ള വാദങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു നദി മുറിച്ച് കടന്ന കഥയും അപ്പോൾ വെള്ളം കുടിക്കാതിരിക്കണം എന്ന് പറഞ്ഞ കഥയൊന്നും ബൈബിൾ കഥയിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതൊക്കെ മുഹമ്മദ് എവിടുന്നോ കിട്ടിയ കെട്ടുകഥകളുടെ പൊട്ടും പൊടി എടുത്തിട്ട് അവതരിപ്പിച്ചതായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തമായി മെനഞ്ഞുണ്ടാക്കിയ നുണക്കഥയായിരിക്കാം. വെള്ളം കുടിക്കരുതെന്ന് വിലക്കിയ പുഴയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ കൃത്യമായും ആരുടേതാണ് എന്നത് ഇവിടെ വ്യക്തമല്ല. അത് താലൂത്ത് പറഞ്ഞതാവാനാണ് കൂടുതൽ സാധ്യത. അതിനു മുമ്പുള്ള പരാമർശം അദ്ദേഹത്തെക്കുറിച്ചാണല്ലോ. അതല്ലെങ്കിൽ അക്കാലത്തെ പ്രവാചകൻ്റെ വാക്കുമാവാം. അങ്ങനെയെങ്കിൽ താലൂത്ത് തന്നെ നബിയാവാം. പറഞ്ഞ വാക്കുകൾ അള്ളാഹു ബോധനം നൽകിയതുമാകാം. അദ്ദേഹം രാജാവും നബിയുമായിരുന്നു എന്നാണ് ഇതറിയിക്കുന്നത്. അപ്പോൾ ഈ കഥയെക്കുറിച്ചൊക്കെ ആവാം എന്ന് പറഞ്ഞിട്ട് ഊഹം വെച്ച് കാച്ചുകയാണ്. നേരത്തെ പറഞ്ഞ ശാമുവേൽ പ്രവാചകൻ്റേതാണ് ഈ വാക്കെന്നാണ് രണ്ടാമത്തെ വീക്ഷണം. ഈ പരീക്ഷണത്തെ സംബന്ധിച്ച യുക്തി ഇതാണ്: അവർ എല്ലാ തെളിവുകളോടുമൊപ്പം ധിക്കാരം പ്രവർത്തിക്കുന്ന ജനതയായിരുന്നു. അപ്പോൾ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കുന്നവരും ക്ഷമകേട് കാണിക്കുന്നവരും ആരെന്ന് അദ്ദേഹത്തിന് അറിയണമായിരുന്നു. ശത്രുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് തന്നെയുള്ള മടക്കം ശേഷമുള്ള മടക്കത്തിൻ്റെ ദുരന്തഫലം ഉണ്ടാക്കില്ലല്ലോ. അതിനാൽ യുദ്ധത്തിന് മുമ്പാണ് ഈ പരീക്ഷണത്തിന് പറ്റിയ ഏറ്റവും നല്ല സമയം. പുഴ ഏത് എന്നതിനെ സംബന്ധിച്ചും വിവിധ അഭിപ്രായങ്ങളുണ്ട്. ജോർദാനും പലസ്തീനും ഇടയിലുള്ള ഒരു പുഴ, അല്ലെങ്കിൽ പലസ്തീൻ നദി, ചിലപ്പോൾ ഇവ രണ്ടും ഒന്നാവാം. അത് വരൾച്ചയുടെ കാലമായിരുന്നു. അപ്പോൾ അവർക്കൊരു പുഴയൊഴുക്കി കൊടുക്കാൻ പ്രാർത്ഥിക്കണമെന്ന് അവർ നബിയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിക്കുകയും പുഴ ഒഴുകുകയും ചെയ്തു. ഇങ്ങനെ ഏതാണ് പുഴ, ആരാണ് പ്രവാചകൻ, ആരാണ് രാജാവ്, ഏതാണ് കാലഘട്ടം, ഇതിനെക്കുറിച്ചൊന്നും വേണ്ടത്ര അറിവില്ലാതെ അങ്ങനെ കഥ പറഞ്ഞു പോവുകയാണ്. വാസ്തവത്തിൽ അവർ തിരിച്ചു പോകാൻ വേണ്ടി കാരണം ഉണ്ടാക്കുകയായിരുന്നു. അവരുടെ വിശ്വാസം എത്ര ദുർബലമായിരുന്നു എന്നതിലേക്കാണ് ഇത് സൂചന നൽകുന്നത്.
ശത്രുക്കളെ അഭിമുഖീകരിക്കുമ്പോൾ പിന്തിരിഞ്ഞോടുന്നവർ ആരെന്ന് നേരത്തെ മനസ്സിലാക്കാനുള്ള ഒരു പരീക്ഷണമായിരുന്നു അത്. അള്ളാഹു അവരെ തിരിച്ചുവിടുകയും പുഴ കടക്കാൻ അനുവദിക്കുകയും ചെയ്തില്ല എന്നിടത്താണ് ഈ ഫലം എത്തിയത് എന്ന് പ്രത്യക്ഷാർത്ഥത്തിൽ നിന്ന് മനസ്സിലാവുന്നു. എല്ലാവരും പുഴ കടന്നുവെന്നാണ് രണ്ടാമത്തെ വാദം. നമുക്ക് കഴിവില്ല എന്ന വാക്കാണ് അവർക്ക് അവലംബം. അള്ളാഹുവിൽ വിശ്വസിച്ച് അവനിലേക്ക് പ്രയാണം ചെയ്തവർ തന്നെയും രണ്ടു പക്ഷമായിരുന്നു എന്നും കരുതാം. ഒരു കൂട്ടർ ജാലൂത്തിനെയും സേനയെയും നേരിടാൻ ഇന്ന് നമുക്ക് ശക്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത്തെ വിഭാഗം എത്ര ന്യൂനപക്ഷങ്ങളാണ് മഹാഭൂരിപക്ഷത്തിനെതിരെ പോരാടി വിജയം വരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. സത്യവിശ്വാസികളാവാം ഇത് പറഞ്ഞത്. ഇന്ന് നാം കൊലക്ക് കൊടുക്കുകയാണ് എന്ന് ഒരു കൂട്ടർ പറഞ്ഞപ്പോൾ അള്ളാഹുവിൽ നിന്ന് ഓടി ഒളിക്കാൻ മാർഗമില്ലെന്ന് രണ്ടാമത്തെ വിഭാഗം പറഞ്ഞു. നാം കൊലക്ക് കൊടുക്കപ്പെടുകയാണെന്ന് വിചാരിക്കുകയല്ല, മറിച്ച് അള്ളാഹുവിൽ നിന്ന് സഹായവും വിജയവും ആഗ്രഹിക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തെ സംഘം രക്തസാക്ഷിത്വവും സ്വർഗവും നേടാൻ ആഗ്രഹം ജനിപ്പിക്കാനാണ് ഉദ്ദേശിച്ചതെന്നും രണ്ടാമത്തെ വിഭാഗം വിജയവും സഹായവും നേടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് എന്നും ഇവ തമ്മിൽ വൈരുദ്ധ്യമില്ലെന്നും അഭിപ്രായമുണ്ട്. ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഇവിടെ മുഹമ്മദ് ചില കൊള്ളകളും അക്രമങ്ങളൊക്കെ അതിനു മുമ്പ് നടത്തി. ആ കൊള്ളയ്ക്ക് പോകുമ്പോൾ തന്നെ മുഹമ്മദ് നേരിട്ട പ്രതിസന്ധികളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഭാവിയിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കഥ പറഞ്ഞ് അവരെ ഒരുക്കുകയാണ് മുഹമ്മദ് ചെയ്യുന്നത് എന്ന് വ്യക്തം. അടുത്ത വാക്യം: അവസാനം ജാലൂത്തിനെയും സൈന്യത്തെയും നേരിട്ടപ്പോൾ അവർ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ ക്ഷമ വർഷിപ്പിക്കണമേ, ഞങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തണമേ, സത്യനിഷേധികളായ ജനതയ്ക്കെതിരെ ഞങ്ങളെ സഹായിക്കണമേ. ഒടുവിൽ അള്ളാഹുവിൻ്റെ അനുമതിയോടെ ഇവർ ശത്രുക്കളെ തുരത്തി ദാവൂദ് ജാലൂത്തിനെ വധിച്ചു. അള്ളാഹു ദാവൂദിന് അധികാരവും വിജ്ഞാനവും നൽകി താൻ ഉദ്ദേശിച്ച ചില വിഷയങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ മനുഷ്യരിൽ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തെ കൊണ്ട് തട്ടി നീക്കുന്നില്ലെങ്കിൽ ഭൂലോകം നശിച്ചു പോകുമായിരുന്നു. ഖുർആനിലെ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യവും മണ്ടത്തരവുമാണ് ഈ അവസാനം പറഞ്ഞ ഈ വാചകം. ഒരു വിഭാഗത്തെ വേറൊരു വിഭാഗത്തെ കൊണ്ട് തട്ടി നീക്കുന്നില്ലായിരുന്നെങ്കിൽ ഈ ഭൂലോകം നശിച്ചു പോകുമായിരുന്നു. ആരാ പറയുന്നത്? സർവശക്തനായ പടച്ചവനാണ് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് പറയുന്നത്? മനുഷ്യരെ തമ്മിലടിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ സ്വന്തം സൃഷ്ടികളായ മനുഷ്യരിൽ ഒരു വിഭാഗത്തെ വേറൊരു വിഭാഗത്തെ കൊണ്ട് ആക്രമിച്ചും കീഴ്പ്പെടുത്തിയും അവരെ തമ്മിലടിപ്പിച്ചും കൊന്നൊടുക്കിയും കൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടും മാത്രമേ ഈ ഭൂമി നിലനിർത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ ഭൂലോകം തന്നെ നശിച്ചു പോകും എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്തും സാധ്യമാകുന്ന സർവശക്തനാണ് എന്ന് പറഞ്ഞാൽ അതിലും വലിയ വിഡ്ഢിത്തം, അതിലും വലിയ വൈരുദ്ധ്യം വേറെന്താ ഉള്ളത്? അപ്പോൾ സ്വന്തം സൃഷ്ടികളെ തമ്മിലടുപ്പിക്കാതെ ദൈവത്തിന് ഈ ഭൂലോകം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നിവൃത്തികേടാണ് എന്നാണ് ഈ പറയുന്നത്. ദൈവത്തിന് നിവൃത്തികേട്, സർവശക്തനായ ദൈവത്തിൻ്റെ നിവൃത്തികേട് കൊണ്ട് അയാൾ സ്വന്തം സൃഷ്ടികളെ തമ്മിലടുപ്പിക്കുകയാണ് എന്ന ന്യായമാണ് ഇവിടെ പറയുന്നത്. ഇത് ദൈവം പറഞ്ഞതാണോ അതോ അക്രമത്തിന് സ്വന്തം അനുയായികളെ ഒരുക്കാൻ വേണ്ടി തയ്യാറാകുന്ന മുഹമ്മദിനെ പോലുള്ള ഒരാളുടെ കുബുദ്ധിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള കുയുക്തിയാണോ എന്നുള്ളത് സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാവും. ഒരു സർവശക്തനായ ദൈവത്തിന് താൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ലോകമുണ്ടാക്കാൻ തൻ്റെ സൃഷ്ടികളെ തമ്മിലടുപ്പിക്കാതെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ അതിൽ പരം വഷളത്തരം വിഡ്ഢിത്തവും വേറെന്താ ഉള്ളത്? അതിൽ പരം വൈരുദ്ധ്യം വേറെന്താ ഉള്ളത്? ഇവിടെ ദൈവത്തിൻ്റെ സർവശക്തി പൊളിഞ്ഞ് പാളിസാവുകയാണ് ചെയ്യുന്നത്. സർവശക്തനായ ദൈവം എന്ന് പറഞ്ഞ ഒരു ദൈവത്തിന് അയാൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ലോകമുണ്ടാക്കാൻ അയാൾ ഒരു പറയേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെയുള്ള ഒരു ദൈവമാണ് പറയുന്നത് നിവൃത്തികേട് കൊണ്ടാണ് മക്കളെ ഞങ്ങൾ തമ്മിൽ തല്ലിക്കോളി, നിങ്ങൾ തമ്മിൽ ഒരു കൂട്ടരെ കൊണ്ട് വേറൊരു കൂട്ടരെ തല്ലി ഒതുക്കാതെ എനിക്ക് ഈ ലോകം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നതിൻ്റെയൊക്കെ ഒരർത്ഥം? ഇത് മുഹമ്മദിൻ്റെ സൂത്രമാണ്. മുഹമ്മദിന് അക്രമം ചെയ്യണം, അതും ആ ജൂതന്മാരും മദീനക്കാരും നല്ല നിലയിൽ നല്ല സഹവർത്തിത്തോടെ ജീവിച്ചിരുന്ന ഒരു സ്ഥലത്ത്. എത്രത്തോളം എന്നാൽ ഈ മദീനക്കാർ അവരുടെ മക്കളെ വളർത്താൻ പോലും ഏൽപ്പിച്ചിരുന്നത് ഈ ജൂതഗോത്രങ്ങളെയാണ്. അവരാണ് അവരുടെ മക്കളെ പോലും വളർത്തിയിരുന്നത്. അത്രയും ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന ആ ജൂതഗോത്രങ്ങൾക്ക് നേരെ ഈ മദീനക്കാരെ അക്രമത്തിന് പ്രേരിപ്പിക്കാൻ, അവരെ കൊള്ളയടിക്കാൻ, അവരെ കൊന്നൊടുക്കാൻ, ഇവരെ യുദ്ധത്തിന് സന്നദ്ധരാക്കാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് ഈ മുട്ടുന്യായങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ പേരിൽ പറയുന്നത്. ഇവിടെ അള്ളാഹു പരിഹാസ്യനാവുകയാണ്. അള്ളാഹു എന്ന സർവശക്ത ദൈവം നിവൃത്തികെട്ട ഒരു നിസ്സഹായനായിട്ട് സ്വയം പരിഹാസ്യനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എനിക്ക് നിവൃത്തിയില്ല, എൻ്റെ സൃഷ്ടികളെ തമ്മിലടുപ്പിക്കാതെ എന്നൊരു ദൈവം പറയൂ? സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അടുത്ത വാക്യം:
ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം സത്യസന്ധമായി നിനക്ക് നാം ഓതിത്തരികയാണ്. നമ്മുടെ ദൂതന്മാരിൽപ്പെട്ടവൻ തന്നെയാണല്ലോ നീയും. അതാണ് അവസാനം പറഞ്ഞു വെക്കുന്നത്. ഇജുൻ്റെ ദൂതനാണ്, ഈ ദൃഷ്ടാന്തമൊക്കെ സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. ആരാ പറയുന്നത്? മുഹമ്മദ് പറയാണ്, മുഹമ്മദിൻ്റെ തൊള്ളയിൽ കൂടെ. ആരുടെ ഭാഷയിൽ? മുഹമ്മദിൻ്റെ ഫേക്ക് ഐഡിയ ആയ അള്ളാഹുവിൻ്റെ ഭാഷയിൽ. അപ്പോൾ മുഹമ്മദിൻ്റെ ദൂതത്വം അവിടെ ഉറപ്പിക്കണം, മുഹമ്മദിൻ്റെ രാജാധികാരം അവിടെ ഉറപ്പിക്കണം. അത് ഉറപ്പിക്കണമെങ്കിൽ തൊട്ടടുത്ത് താമസിക്കുന്ന മറ്റു ഗോത്രങ്ങളെയൊക്കെ ശത്രുക്കളായി പ്രഖ്യാപിക്കണം. ആ ശത്രുക്കളോട് ഇല്ലാത്ത ശത്രുത ഊതിപ്പെരുപ്പിച്ച് അവരെ ആക്രമിക്കാൻ തൻ്റെ അനുയായികളെ സജ്ജരാക്കണം. ഈ രാഷ്ട്രീയ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി മുഹമ്മദ് താൻ കേട്ടും കണ്ടും മനസ്സിലാക്കിയ കെട്ടുകഥകളിൽ നിന്ന് പൊട്ടും പൊടിയും എടുത്ത് മുഹമ്മദിൻ്റെ ആശയങ്ങൾക്കനുസരിച്ച് റീമോൾഡ് ചെയ്ത് നുണകൾ കൂട്ടിക്കലർത്തി അവതരിപ്പിക്കുന്നതാണ് നമ്മൾ ഈ കണ്ടത്. ഇനിയും ഇതുപോലുള്ള കഥകൾ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം മുന്നോട്ട് പോകുന്നത്. അടുത്ത വാക്യം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും ചർച്ച ചെയ്യാം.